ഗുഡ് മോർണിംഗ് ടു ഓൾ, വെൽക്കം ടു അവർ ക്ലാസ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇൻഡിഫറൻസ് കർവിൻ്റെ ഒരു ഇൻട്രഡക്ഷൻ നോക്കിയായിരുന്നു. നമ്മൾ രണ്ടാമത്തെ കൺസ്യൂമർ ബിഹേവിയർ അനാലിസിസാണ് നമുക്ക് പഠിക്കേണ്ടത്, ഇൻഡിഫറൻസ് കർവ് അനാലിസിസ്. ആദ്യത്തേതായിരുന്നു യൂട്ടിലിറ്റി അപ്രോച്ച്, മാർഷലിൻ്റെ യൂട്ടിലിറ്റി അപ്രോച്ച്. പിന്നെ രണ്ടാമത്തേതാണ് ഇൻഡിഫറൻസ് കർവ് അപ്രോച്ച്. ഇനി നമുക്ക് റിവീൽഡ് പ്രിവൻസ് തിയറി എന്ന് പറഞ്ഞൊരു തിയറിയും കൂടെ നമുക്ക് ജസ്റ്റ് നോക്കാനുണ്ട്, ജസ്റ്റ് അല്ല പഠിക്കാനുണ്ട്. ഓക്കെ, സോ ഇൻഡിഫറൻസ് കർവ് അനാലിസിസിലേക്ക് വരുമ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ട്, അതായത് യൂട്ടിലിറ്റി അനാലിസിസ് ഇസ് എ കാർഡിനൽ അനാലിസിസ്. വി ഓൾറെഡി നോ വാട്ട് ഈസ് ഡിഫറൻസ് ബിറ്റ്വീൻ കാർഡിനൽ ആൻഡ് ഓർഡിനൽ, അല്ലേ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നന്നായിട്ട് ഡിസ്കസ് ചെയ്തതാണ്. ഇനി നമുക്ക് ഈ ടോപ്പിക്കിൻ്റെ ഇൻട്രഡക്ഷൻ നോക്കാം. എന്താണ് ഇൻഡിഫറൻസ് കർവ് നമ്മളോട് പറയുന്ന അപ്രോച്ചിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകത, അതൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഇൻഡിഫറൻസ് കർവ് മെത്തേഡ് വാസ് ഡെവലപ്ഡ് ആസ് എ refinement of the cardinal utility analysis. The approach adopts several techniques to explain the consumer behavior and has made several improvements over the cardinal approach of Marshall. The indifference curve approach is also known as Hicks-Allen approach after its developers. മനസ്സിലായാലോ, ഹിക്സും അലനും കൂടെ കൂടിയാണ് ഈ ഇൻഡിഫറൻസ് കർവ് അപ്രോച്ച് അഡോപ്റ്റ് ചെയ്തത് അല്ലെങ്കിൽ പ്രൊപ്പോണ്ട് ചെയ്തത്, അതുകൊണ്ട് ആ പേരങ്ങനെ വരും. ഇനി എന്താണ് ഈ തിയറിയുടെ പ്രധാനപ്പെട്ട ഈ ഒരു അപ്രോച്ചിൻ്റെ, ഇൻഡിഫറൻസ് കർവ് അപ്രോച്ചിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്താണ്? ദ മെയിൻ പോസ്റ്റുലേറ്റ് ഓഫ് ദി ഇൻഡിഫറൻസ് കർവ് അപ്രോച്ച് ഇസ് ദാറ്റ് കൺസ്യൂമേഴ്സ് ക്യാൻ ഡിസ്ക്ലോസ് പ്രിഫറൻസസ് അബൌട്ട് കമ്മോഡിറ്റീസ്. നമ്മൾ പറഞ്ഞ പ്രിഫറൻസ്, ഐ പ്രിഫർ എ ടു ബി. Okay, doesn't mean that A is having 12 utils of satisfaction whereas B is having 10 utils of satisfaction as mentioned under a utility approach. Rather, the indifference curve approach says that a consumer prefer a particular commodity like A compared to another commodity like B. Okay, there can be preferences or indifferences, and there people cannot express in terms of utility. The indifference curve analysis has, however, retained some of the assumptions of the cardinal utility analysis. Cardinal utility analysis-ന്റെ കുറേ assumptions, ഒരു 6 ഉണ്ടെങ്കിൽ 4 ഇവർ റിട്ടേൺ ചെയ്തു. Here the indifference curve approach, like the cardinal approach, assumes that the consumer possesses complete information about the various economic aspects. In this sense, the consumer knows everything. The price of goods, okay, consumer knows it. The available in the markets, satisfaction that can be obtained from the consumption of the commodity, etc. ഓരോ കമ്മോഡിറ്റിന് എത്രമാത്രം സാറ്റിസ്ഫാക്ഷൻ കിട്ടും, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ കൺസ്യൂമർ ഓൾറെഡി നല്ല അവയർനെസ് ഉണ്ട്. അത് യൂട്ടിലിറ്റി അപ്രോച്ച് പറഞ്ഞ പോലെ തന്നെയാണ് ഇൻഡിഫറൻസ് അപ്രോച്ചും പറയുന്നത്. ബിസൈഡ്സ് ദി കൺസ്യൂമർ ആക്ട്സ് റാഷണലി. ഇത് ഭയങ്കര പ്രധാനപ്പെട്ട ഏത് ഇക്കണോമിക് തിയറിക്കകത്ത് നമ്മൾ പറയുന്നത് കൺസ്യൂമർ ആക്ട്സ് റാഷണലി എന്നുള്ളത്. ഓർ ഹി വിൽ ട്രൈ ടു അച്ചീവ് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ ബൈ ട്രൈങ് ടു പേ മിനിമം പ്രൈസ്. നമ്മൾ അങ്ങനെയാണല്ലോ, കുറച്ച് പ്രൈസ് കൊടുത്ത് കൂടുതൽ നമുക്ക് കിട്ടാനാണല്ലോ നമ്മൾ റാഷണൽ കൺസ്യൂമർ നൽകി നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹം. സോ വെൻ യു ആർ റാഷണൽ, യു ട്രൈ ടു പേ മിനിമം പ്രൈസ്, യു ട്രൈ ടു ഗെറ്റ് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ ബൈ പേയിങ് എ മിനിമം പ്രൈസ്. അതാണ് റാഷണാലിറ്റി ഒരു കൺസ്യൂമർ എന്ന നിലയ്ക്ക്. അത് ഈ നമ്മുടെ യൂട്ടിലിറ്റി അപ്രോച്ചും ഇൻഡിഫറൻസ് കർവ് അപ്രോച്ചും രണ്ടുപേരും അത് അസ്യൂം ചെയ്യുന്നു. സിമിലർലി ദി ഇൻഡിഫറൻസ് കർവ് അപ്രോച്ച് റിട്ടൈൻസ് ദി കണ്ടിന്യൂറ്റി അസംഷൻ ഓഫ് ദി കാർഡിനൽ സ്കൂൾ. ദ കണ്ടിന്യൂറ്റി അസംഷൻ സേസ് ദാറ്റ് ദ കൺസ്യൂമേഴ്സ് ആർ കേപ്പബിൾ ഓഫ് റാങ്കിങ് ഓൾ കമ്പിനേഷൻസ് ഗുഡ്സ് അക്കോർഡിംഗ് ടു ദെയർ സാറ്റിസ്ഫാക്ഷൻ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ കമ്മോഡിറ്റി ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യുന്നു, രണ്ടാമത്തെ കമ്മോഡിറ്റി വെച്ച് രണ്ടാമത്തെ കമ്മോഡിറ്റിയെ ഞാൻ പ്രിഫർ ചെയ്യുന്നു, മൂന്നാമത്തെ കമ്മോഡിറ്റി വെച്ച്. അതുകൊണ്ട് ഇതിനൊരു കണ്ടിന്യൂറ്റി ഉണ്ട്. ഓരോ കമ്മോഡിറ്റിയും ഒരു കമ്മോഡിറ്റി ഫേസിൽ ഏതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് കൃത്യമായിട്ട് എനിക്ക് റാങ്ക് ചെയ്യാനെങ്കിലും പറ്റും. മറ്റേടത്താണെങ്കിൽ എനിക്ക് യൂട്ടിലിറ്റി പറയാൻ പറ്റും. മനസ്സിലായല്ലോ? സോ ദാറ്റ് ഈസ് ദ അസംഷൻ ഓഫ് ദി കണ്ടിന്യൂറ്റി. ദെൻ ഓർഡിനൽ മെഷർമെൻറ്റ് ഓഫ് യൂട്ടിലിറ്റി. നമ്മൾ പറയാം ഈ എന്താണ് ഇൻഡിഫറൻസ് കർവ് അപ്രോച്ചിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ്. അപ്പം നമ്മൾ ഈ ഇതിനു മുമ്പുള്ള യൂട്ടിലിറ്റി അപ്രോച്ചിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ കണ്ടു, അതായത് ദേ ആർ ബേസ്ഡ് ഓൺ വൺ കാർഡിനൽ മെഷർമെൻറ്റ് ഓഫ് യൂട്ടിലിറ്റി. ഇവിടെ എന്താണ് ഓർഡിനൽ മെഷർമെൻറ്റാണ്. അപ്പം ഇൻഡിഫറൻസ് കർവ് അപ്രോച്ചിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫീച്ചർ അതായത് നമുക്കത് ആദ്യം എടുക്കാം. ദ ബേസിക് ഫീച്ചർ ഓഫ് ഇൻഡിഫറൻസ് കർവ് അപ്രോച്ച് ഈസ് ദാറ്റ് ഇറ്റ് അഡോപ്റ്റഡ് ദി കോൺസെപ്റ്റ് ഓഫ് ഓർഡിനൽ യൂട്ടിലിറ്റി ഇൻസ്റ്റെഡ് ഓഫ് കാർഡിനൽ യൂട്ടിലിറ്റി ഫോളോഡ് ബൈ മാർഷൽ ആൻഡ് ഹിസ് കൊളീഗ്സ്. Okay, the ordinal utility approach implies that the consumer is capable of simply comparing the different levels of satisfaction from consumption. That means, the consumer will be comparing commodity A to B and C, and will be mentioning how much he prefer B. Okay, then according to the indifference curve approach theory, utility is a psychic entity, and it cannot be therefore be measured in quantitative terms, okay, or cardinal terms. അപ്പം ഒരു മനസ്സിലിരിക്കുന്ന സംഭവമായതുകൊണ്ട് നമുക്കതിനെ എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റുമല്ല. നമുക്കത് എത്ര നല്ലതാണെന്ന് പറയാൻ ഇഷ്ടമാണോ ഇഷ്ടമല്ലയോ കൂടുതൽ ഇഷ്ടമാണോ
എന്നിങ്ങനെ പറയാനേ നമുക്ക് പറ്റുള്ളൂ. സോ ദി കോൺസെപ്റ്റ് ഓഫ് കാർഡിനൽ മെഷർമെൻറ്റ് ഈസ് നോട്ട് പ്രാക്ടിക്കൽ. കാർഡിനൽ മെഷർമെൻറ്റ് പ്രായോഗികമല്ല, ഇവരുടെ കാഴ്ചപ്പാടാട്ടോ ഏത് ഇവരുടെ. ഓൺ ദി അതർ ഹാൻഡ് ദി അസംപ്ഷൻ ഓഫ് ഓർഡിനൽ യൂട്ടിലിറ്റി അക്കോർഡിംഗ് ടു ദം ഈസ് റീസണബിൾ and realistic. In other words, according to ordinal utility hypothesis, while the consumer may not be able to indicate the exact amount of utilities that he derive from the commodities or any combination of them, ഒരു കമ്മോഡിറ്റിയോ ആ കമ്മോഡിറ്റിയുടെ 3-4 യൂണിറ്റോ മേടിക്കുമ്പോൾ എത്ര ക്വാണ്ടിറ്റി ഈ സാറ്റിസ്ഫാക്ഷൻ എനിക്ക് കിട്ടുമെന്ന് നമുക്ക് പറയാൻ പറ്റുകയില്ല. എങ്കിലും he is capable of judging whether the satisfaction obtained from a good or combination of goods is equal to, lower than or higher than another goods. മനസ്സിലായല്ലോ? വേറൊരു കമ്മോഡിറ്റിയേക്കാളും കൂടുതൽ ഈ കമ്മോഡിറ്റി ഇത്ര യൂണിറ്റ് മേടിച്ചപ്പം എനിക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടിയോ, ഇനി അത്രയും തന്നെയാണ് കിട്ടിയത്, ഇനി അതിൽ കുറവാണോ കിട്ടിയത്, അതാണ് അത്രയും തന്നെയാണ് കിട്ടിയത്, അതിൽ കുറവാണ് കിട്ടിയത്, അതിൽ കൂടുതലാണ് കിട്ടിയതെന്ന് എനിക്ക് പറയാൻ പറ്റും. പക്ഷേ എനിക്ക് യൂണിറ്റ് വെച്ച് ഇത്ര സാറ്റിസ്ഫാക്ഷൻ കിട്ടിയെന്ന് പറയാൻ പറ്റില്ല. സോ വി ക്യാൻ എക്സ്പ്രസ് വെദർ ദി സാറ്റിസ്ഫാക്ഷൻ ഐ ഹാവ് ഗോട്ട് ഈസ് ഹയർ ദാൻ ഈക്വൽ ടു ഓർ ലോവർ ദാൻ ദി സാറ്റിസ്ഫാക്ഷൻ ഐ ഹാവ് ഗോട്ട് ഫ്രം ദി കൺസംപ്ഷൻ ഓഫ് സം അതർ കമ്മോഡിറ്റി എന്നെനിക്ക് പറയാൻ പറ്റും. മനസ്സിലായല്ലോ? അപ്പോൾ ഇതാണ് ഈ ഓർഡിനൽ യൂട്ടിലിറ്റി പറയുന്നത്. നമുക്ക് പ്രിഫറൻസ് അറിയിക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. സോ ദാറ്റ് ഈസ് ദ ഓർഡിനൽ മെഷർമെൻറ്റ് ആൻഡ് ദ റിജക്റ്റഡ് വട്ട് കാർഡിനൽ മെഷർമെൻറ്റ്. നൗ ദി പ്രിഫറൻസ് ഹൈപ്പോത്തിസിസ് ഓഫ് ഇൻഡിഫറൻസ് പ്രോപ്പർട്ടി. ഒരു പ്രിഫറൻസ് എന്ന് പറയുന്ന ഹൈപ്പോത്തിസിസാണ്. നമ്മൾ പറഞ്ഞല്ലോ പ്രിഫറൻസ് എന്താണ്. അപ്പോൾ യൂട്ടിലിറ്റി 1 യൂണിറ്റ് 2 യൂണിറ്റ് അല്ല, പകരം എനിക്ക് പ്രിഫർ എന്നാണ് പറയുന്നത്. അല്ലാതെ ഒരിക്കലും ഇത്ര യൂണിറ്റ് വെച്ച് മെച്ചമെന്ന് പറയുമല്ല. സോ ദി ഇൻഡിഫറൻസ് കർ അപ്രോച്ച് സേസ് ദാറ്റ് കൺസ്യൂമർ ഈസ് ഏബിൾ ടു റാങ്ക്. മനസ്സിലായല്ലോ? നമ്മൾ ഈ യഥാർത്ഥത്തിൽ കൺസ്യൂമർക്ക് ഈ കമ്മോഡിറ്റി ഇഷ്ടമാണെന്ന് പറയണമെങ്കിൽ അതിനെ ഇഷ്ടത്തെ കാണിക്കുന്ന ഒരു അളവ് പോലെ അവിടെ വേണമല്ലോ. ആ അളവ് ഇവിടെ റാങ്കിങ് ആണ്. മറ്റേടത്താണെങ്കിൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് യൂണിറ്റ്സ് ആയിരുന്നു. His preferences. Thus the basis of indifference analysis of demand is the preference indifference in consumer behavior. ശരിക്കും പറഞ്ഞു ഇതാണ് പ്രിഫറൻസ്. I prefer commodity A compared to commodity B, or I don't have any preference between A and B. I equally prefer but A and B. I cannot say which one is more good. So, or in other words, I am indifferent between commodity A and B. So these are two possibilities under indifference approach. We discussed the concept of weak ordering. വീക്ക് നമ്മൾ പറയില്ലേ, എനിക്ക് 2 കൂട്ടുകാരുണ്ടെങ്കിൽ 2 പേരും ഒരുപോലെയാണ്. നമ്മളങ്ങനെ തന്ത്രപരമായി പറയുന്ന ചിലപ്പോൾ നമ്മൾ ഉള്ളിൽ വേറെ ആളെ അതിലൊരാളെ നമുക്ക് കൂടുതലായിട്ട് ഇഷ്ടം കാണും. സോറി കേട്ടോ, ഒരു സെക്കൻഡ് വെയിറ്റ് ചെയ്യണേ. ഒരു സെക്കൻഡ്. അപ്പോൾ പിടികിട്ടിയില്ലോ. നമുക്ക് പ്രിഫറൻസ് പറയാൻ പറ്റും, നമുക്ക് ഇൻഡിഫറൻസ് പറയാൻ പറ്റും. അതാണ് നമ്മുടെ ബിഹേവിയർ, ഇൻഡിഫറൻസ് കർ അപ്രോച്ച്. അല്ല നമുക്ക് കൃത്യമായിട്ട് ഇത്ര യൂണിറ്റ് എന്ന് പറയാൻ പറ്റും. ഓർ വാട്ട് ഷോർട്ട്ലി നോൺ ആസ് പ്രിഫറൻസ് ഹൈപ്പോത്തിസിസ് ഓർ ഇൻഡിഫറൻസ് ഹൈപ്പോത്തിസിസ്. നമുക്ക് പ്രിഫറൻസ് എന്താണെന്ന് പറഞ്ഞു, ഇൻഡിഫറൻസ് എന്താണെന്ന് പറഞ്ഞു, ഇത് നമുക്ക് പറ്റും, റാങ്ക് ചെയ്യാൻ പറ്റും. അല്ല നമുക്ക് കൃത്യമായിട്ട് യൂട്ടിലിറ്റി കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. ദ പ്രിഫറൻസ് ആൻഡ് ഇൻഡിഫറൻസ് അപ്രോച്ച് സേസ് ദാറ്റ് when the consumer is presented with a number of various combinations of goods, he can rank them. Scale of preferences, rank them in a scale of preference. അപ്പോൾ എനിക്ക് ഇതാണ് കൂടുതൽ ഇഷ്ടം, അതിനേക്കാളും കൂടുതൽ സി ആണ് ഇഷ്ടം എന്നൊക്കെ നമുക്ക് സ്കെയിൽ വെച്ച് പറയാൻ പറ്റും, സ്കെയിലിംഗ് നടത്താൻ പറ്റും. If the various combinations are marked as A, B, C, D, E, etc., the consumer can tell whether he prefers A to B, B to A, or is indifference between them. So he can disclose whether there is preference for him or whether there is indifference for him, like that. The concept of ordinal measurement utility is that the consumer cannot go beyond ranking his preference or showing indifference. അപ്പോൾ എനിക്ക് എയേക്കാൾ ബി ഇഷ്ടമാണ്, അല്ലെങ്കിൽ എയും ബി എനിക്ക് ഒരുപോലെ ഇഷ്ടമാണ്, ഇൻഡിഫറൻസ് ഇങ്ങനെ പറയാമെന്നല്ലാതെ അതിനപ്പുറത്തേക്ക് എനിക്ക് കൺസ്യൂമർ എൻ്റെ കൺസംഷൻ ലെവലിനെ കുറിച്ച്, സാറ്റിസ്ഫാക്ഷൻ ലെവലിനെ കുറിച്ച് ഒന്നും പറയാൻ പറ്റില്ല. ഇൻ അതർ വേഴ്സ്, ഇഫ് എ കൺസ്യൂമർ ഹാപ്പൻസ് ടു പ്രിഫർ എ ടു ബി, he cannot tell by how much he prefers it to be. അതാണ് നമുക്ക് മനസ്സിലായല്ലോ. എനിക്ക് നമ്മൾ കൂട്ടുകാരെ നമ്മൾ ഈ പറയുന്നത് പോലെയാണ്. എനിക്ക് ആ കൂട്ടുകാരനെ നമ്മൾ 3 ഫ്രണ്ട്സ് ആണെങ്കിൽ 2 പേരെയും എനിക്ക് ഒരാളെ 10 യൂണിറ്റിന് ഇഷ്ടമാണ്, മറ്റൊരാളെ 8 യൂണിറ്റ് ഇഷ്ടമല്ല, അങ്ങനെ നമ്മൾ പറയുമോ? ഇല്ലല്ലോ. അതുപോലെ കമ്മ്യൂണിറ്റിയിലൊന്നും പറയല. എനിക്കിപ്പം ഇന്നയാളെ എനിക്ക് കൂടുതൽ ഇഷ്ടമാണ് എന്ന് നോക്കുകയാണെങ്കിൽ പറയാൻ പറ്റും കൂട്ടുകാരിൽ വെച്ച്. അപ്പോൾ എന്ന് പറയുന്ന പോലെ ഇവിടെ കമ്മോഡിറ്റിയിലും എനിക്ക് ഇന്ന കമ്മോഡിറ്റി കൂടുതൽ ഇഷ്ടമാണെന്ന് പറയും, പക്ഷേ എത്ര കണ്ട് കൂടുതൽ ഇഷ്ടമാണെന്ന് പറയാൻ പറ്റില്ല. മനസ്സിലാവും? അങ്ങനെ മെഷർ ചെയ്യാൻ പറ്റില്ല. കൂടുതൽ ഇഷ്ടമാണെന്ന് പറയാൻ പറ്റും എന്ന് പറഞ്ഞ് പ്രിഫറൻസ് പറയാൻ പറ്റും. ബട്ട് യു കനോട്ട് എക്സ്പ്രസ് മെഷർ
or you cannot measure the degree of preference. Okay, in other words, if a consumer happens to prefer A to B, he cannot tell by how much he prefer it to be. In other words, under model utility hypothesis, the consumer cannot tell quantitative difference between the various level of satisfaction. ആ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് ആ പ്രിഫറൻസ് ലെവൽ പറയാൻ പറ്റും. ഹി ക്യാൻ സിംപ്ലി കമ്പയർ ദം ക്വാളിറ്റേറ്റീവ്ലി, എത്ര മാത്രം എന്ന് പറയാൻ പറ്റും. ഓക്കെ, എനിക്കിത് ഇഷ്ടമാണ് അതിഷ്ടമാണ് എന്ന് പറയാൻ പറ്റും. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ട്രാൻസിറ്റിവിറ്റി അസംഷൻ. Another feature of indifference car approach is that the concept of transitivity in preference and indifference. The transitivity, preference or indifference relations means that ശ്രദ്ധിക്കണം. ഇനിയാണ് നമ്മൾ എന്താണ് ഈ ട്രാൻസിറ്റിവിറ്റി എന്നുള്ളത് നമ്മൾ അറിയാൻ പോകുന്നത്. ഇതുവരെ ട്രാൻസിറ്റിവിറ്റി കൺസ്യൂമർ പ്രിഫേഴ്സ് if the consumer prefer A to B, and also implies that he prefer B to C. Consumer prefer A to B and he prefer B to C, then automatically he will be preferring A to C. ശരിയല്ലേ? ബിയേക്കാളും ഇഷ്ടം എ ആണ്, സിയേക്കാളും ഇഷ്ടം ബി ആണ്. അങ്ങനെയാണെങ്കിൽ ഇയാൾക്ക് സിയേക്കാളും ഇഷ്ടം എന്തായിരിക്കും? എ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ കണക്റ്റ് ചെയ്ത് പ്രിഫറൻസ് പറയുന്നതിന് പറഞ്ഞാൽ ട്രാൻസിറ്റിവിറ്റി. ഓക്കെ, he will also prefer A to C, and likewise if he is indifferent between A and B, and same way if he is indifferent between B and C, he will be indifferent between A and C as well. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മൾ കണക്ട് ചെയ്യുക, എയും സിയും തമ്മിൽ ഡയറക്റ്റായിട്ട് കണക്ട് ചെയ്യില്ല, എയും ബിയും സി ആയിട്ട് കണക്ട് ചെയ്തു. അപ്പം നമ്മൾ ഓട്ടോമാറ്റിക്കലി ഒരു കണക്ടിവിറ്റി എ സി ആയിട്ട് വന്നു. അപ്പോൾ എയേക്കാളും ബിയേക്കാളും എനിക്ക് ഇഷ്ടം എ ആണ്, ഇനി സിയേക്കാളും എനിക്കിഷ്ടം ബി ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി എനിക്ക് സിയേക്കാളും ഇഷ്ടം എ ആയിരിക്കും. അല്ലെങ്കിൽ എനിക്ക് എയും ബിയും തമ്മിൽ തിരിച്ചറിയാൻ ഒരു വ്യത്യാസം പറയാൻ പറ്റുന്നില്ല, ബിയും സിയും തമ്മിൽ വ്യത്യാസം പറയാൻ പറ്റുന്നെങ്കിൽ എനിക്ക് എയും സിയും തമ്മിലും വ്യത്യാസം പറയാൻ പറ്റില്ല. സോ ദിസ് ഈസ് കോൾഡ് ദ ട്രാൻസിറ്റിവിറ്റി അസംഷൻ. ഓക്കെ, അപ്പോൾ ട്രാൻസിറ്റിവിറ്റി എങ്ങനെയാണ് ഒരു നമ്മൾ ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി നമ്മൾ കണക്ട് ചെയ്തിട്ട് ഏറ്റവും അവസാനം നമ്മൾ പറയുകയാണ് നമ്മുടെ പ്രിഫറൻസ് നമ്മൾ രേഖപ്പെടുത്തുന്നതിന് പറയുന്ന പേര് ട്രാൻസിറ്റിവിറ്റി. ദെൻ വീക്ക് ഓർഡറിങ് ഹൈപ്പോത്തസിസ്. നമ്മൾ പറഞ്ഞ വീക്ക് ഓർഡറിങ് എന്താണ്, സ്ട്രോങ് ഓർഡറിങ് എന്താണെന്ന് നമ്മൾ ഇന്നലെ അസൈൻമെൻറ്റ് നമ്മൾ ചെയ്ത് നോക്കിയാണ്. എന്താണ് വീക്ക് ഓർഡറിങ്, എന്താണ് സ്ട്രോങ് ഓർഡറിങ്. ഒരു സെക്കൻഡ് ഞാനൊന്ന് ഡിലീറ്റ് ചെയ്തോട്ടെ. The indifference car analysis demand is based upon the weak ordering type of preference hypothesis. Weak ordering implies that there is possibility of the consumer being indifferent between two combinations of goods besides indicating. മനസ്സിലായോ? ചിലപ്പോൾ ഒരു പക്ഷേ അങ്ങനെ പറയും എയേക്കാളും എനിക്ക് ബി ആ ഇഷ്ടമാണ്, ചിലപ്പം പറയും എയും ബിയും എനിക്ക് ഒരുപോലെ ഇഷ്ടമാണ്. സോ ദിസ് ഈസ് കോൾഡ് ഇൻഡിഫറൻസ്. യു ക്യാൻ ഹാവ് ഇൻഡിഫറൻസസ്, യുനോ. അപ്പോൾ നമ്മളിവിടെ പറയാം എയേക്കാളും എനിക്കിഷ്ടം ബി ആണ്. ഓക്കെ, സിമിലർലി അയാൾക്ക് പറയാം ബിയും സിയും തമ്മിൽ യാതൊരു വ്യത്യാസമില്ല, അല്ലെങ്കിൽ സിയും ഡിയും തമ്മിൽ യാതൊരു വ്യത്യാസമില്ല. ഇത് നമുക്ക് പറ്റിയല്ല. എയും ബിയും ഒരുപോലെ ഇഷ്ടമില്ലാതെയും പറയാൻ പറ്റില്ല. ബിയേക്കാളും എനിക്കിഷ്ടം എ ആണ്, പക്ഷേ ബിയും സിയും കൂടെ വെച്ച് നോക്കുവാണെങ്കിൽ എനിക്ക് ഒന്നും ഏത് വേണമെന്ന് പറയാൻ പറ്റുന്നില്ല. അതുപോലെ സിയും ഡിയും എന്ന് പറഞ്ഞാൽ എനിക്ക് ഏത് വേണമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ പ്രിഫറൻസും ഇൻഡിഫറൻസും നമുക്ക് ഒരുപോലെ വരുത്താൻ പറ്റും. മനസ്സിലായല്ലോ? അപ്പോൾ എനിക്ക് ഏതാണ് ഇഷ്ടമെന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റാത്ത ഒരവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ഇൻഡിഫറൻസ്. നമ്മൾ പറഞ്ഞ എന്നല്ല ഇൻഡിഫറൻസ്. അപ്പോൾ അങ്ങനെ ഇൻഡിഫറൻസ് അറിയിക്കുന്ന തരത്തിലുള്ള കൺസ്യൂമർ ബിഹേവിയറിനെയാണ് വീക്ക് ഓർഡറിങ് എന്ന് പറയുന്നത്. സ്ട്രോങ് ഓർഡറിങ് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ എനിക്ക് എയേക്കാളും ബി ഇഷ്ടമായിരിക്കും, അല്ലെങ്കിൽ എനിക്ക് എയേക്കാളും ബി ഇഷ്ടമായിരിക്കും. അല്ലാതെ എനിക്ക് എയും ബിയും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഏതാ ഇഷ്ടമെന്ന് പറയാൻ പറ്റാത്ത, രണ്ടും ഒരുപോലെ ഇഷ്ടമെന്ന് പറയുന്ന ഒരവസ്ഥ ഒരു കാരണം വെച്ചാലും സ്ട്രോങ് ഓർഡറിങ് ഇല്ല, പക്ഷേ വീക്ക് ഓർഡറിങ്ങിലുണ്ട്, അല്ലെങ്കിൽ ഇൻഡിഫറൻസ് കാർ അപ്രോച്ചിലുണ്ട്. ഓക്കെ, പ്രീറ്റിലോ? അപ്പോൾ അതെന്താ നമ്മൾ ഇന്നലെ കണ്ടാണ്, ബാക്കി അവിടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ 2-3 ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണോ ഇൻഡിഫറൻസ് കർവ് അപ്രോച്ചിൻ്റെ അകത്തെ. അത് നമ്മൾ എന്തൊക്കെ കാണുന്നത്? ഒന്ന്, എന്താണ് ഇൻഡിഫറൻസ് കർവ്, എന്താണ് ഇൻഡിഫറൻസ് ഷെഡ്യൂള്, എന്താണ് ഇൻഡിഫറൻസ് മാപ്പ്. ഇത് 3 പഠിക്കണം. എന്തൊക്കെ പഠിക്കണം? ഒന്ന് എന്താണ് ഇൻഡിഫറൻസ് കർവ്. ഓക്കെ. 2 എന്താണ് ഇൻഡിഫറൻസ്, പറഞ്ഞേ എന്താണ് ഷെഡ്യൂള്. ഹാൻഡ് റൈറ്റിംഗ് ഇച്ചിരി മോശമാണ്, നിങ്ങൾ അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി. 3 എന്താണ് ഇൻഡിഫറൻസ് മാപ്പ്. ഓക്കെ, 3 കോൺസെപ്റ്റുകൾ പരീക്ഷയ്ക്ക് നമുക്ക് 2 വാർത്തകൾ ചോദിച്ചു. വാട്ട് ഈസ് ഇൻഡിഫറൻസ് കർവ്, വാട്ട് ഈസ് ഇൻഡിഫറൻസ് ഷെഡ്യൂൾ, വാട്ട് ഈസ് ഇൻഡിഫറൻസ് മാപ്പ്. നമുക്കൊരു കർവ് മാത്രം മനസ്സിലാക്കിക്കൊണ്ടായിരിക്കും പരീക്ഷയ്ക്ക് പോകുന്നത്. അപ്പോൾ നമുക്ക് ബാക്കിയെല്ലാം കർവായിട്ട് തോന്നും. അങ്ങനെ വരരുത്. ഇത് ഷെഡ്യൂളും ഇത് മാപ്പും. അപ്പോൾ കർവും ഷെഡ്യൂളും തമ്മിൽ സാമ്യം എന്ത്, ഷെഡ്യൂളും മാപ്പും തമ്മിലുള്ള സാമ്യം എന്ത്, വ്യത്യാസമുണ്ട്, ഇതെല്ലാം നമ്മൾ പഠിക്കണം. ഓക്കെ, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അത് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് കാണാതല്ല
ബൈ ഹാർട്ടായിട്ട് പഠിക്കേണ്ട കാര്യമില്ല, നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാകുന്ന കാര്യങ്ങളുള്ളൂ. Then the indifference curve is the basic tool of the excellent analysis. Then what is indifference curve? Indifference curve shows the various combinations of two goods that gives the same level of satisfaction to the consumer given his level of income and the price of the two commodities. ഒരു സെക്കൻഡ് ഉണ്ടല്ലോ, മുകളിലോട്ട് എൻ്റർ ചെയ്യാം. സോറി, ഇതാണ് ഇൻഡിഫറൻസ് കർവ്. എന്താ കാണിക്കുന്നത്? It shows various combinations of A, B, C, D, E, etc. Points goes. Okay. So between these 2 points and points, this is maybe P, this may be Q. Between these points, there are large number of points. On a line, you can have large number of points, infinite number of points. So all these points, shows different combinations of the two goods. ഇത് ചരണിക്ക് വേണ്ടി മാത്രം പറയുന്നുണ്ട്. ബാക്കി എല്ലാവരും ഇതൊക്കെ എത്ര പ്രാവശ്യം ഞാൻ +2 പഠിച്ചത്, പിന്നെ ഞാനിത് പഠിക്കുക എന്ന് വിചാരിക്കും. ഇത് നമ്മൾ +2 പഠിക്കുന്ന ഇങ്ങനെയൊന്നും പോകല്ലോ കേട്ടോ. ഇവിടെ അങ്ങനെ നിർത്തിക്കേണ്ടാവും. ഓക്കെ, പിടിയിട്ടില്ല. അപ്പം ദീസ് ആർ ഡിഫറെൻറ്റ് പോയിൻറ്റ്സ് ഓൺ ദി ഇൻഡിഫറൻസ് കർവ്. അപ്പം ഇവിടെ ഒരു പക്ഷേ നമുക്ക് ഗുഡ് വൈ കൂടുതലാണ്, ഇവിടെ ഗുഡ് എക്സ് കൂടുതലാണ്. ബിറ്റ്വീൻ ദോസ് ടു ഈ പോയിന്റിൽ എക്സ് ഗുഡ് വൈ ഭയങ്കരം കൂടുതലാണ്, എക്സ് ഇത്രയും ഉപയോഗിക്കുന്നുള്ളൂ. ഈ പോയിന്റിൽ ഗുഡ് എക്സ് ഭയങ്കരം കൂടുതലാണ്, ഇത്രയും വൈയെ നമ്മൾ മേടിക്കുന്നുള്ളൂ. മനസ്സിലായല്ലോ? ഗുഡ് എക്സ് ഇവിടെ, ഗുഡ് വൈ ഇവിടെ. സോ ദ എക്സ്ട്രീം പോയിന്റ്സ്, പോയിന്റ് വൈ ചോടെ മാറ്റി വരയ്ക്കാം കേട്ടോ, കാണുന്നുണ്ടല്ലോ. പോയിന്റ് എക്സ് shows 2 extreme points of this indifference curve, where at y you are having more quantity of y and less quantity of x. At point x you are having what? Greater quantity of, highest quantity of what? X and least quantity of what? Y. So both the point x, y and x give you the same level of satisfaction. Suppose നമുക്ക് പറയാൻ പറ്റില്ല, യൂണിറ്റ് ആയിട്ട് നമ്മൾ പറയുന്നില്ലല്ലോ, സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ. ഇവിടെ നമുക്ക് വേണമെങ്കിൽ പറയാം എക്സും വൈയും നിങ്ങൾ ഈക്വൽ എമൗണ്ടിലാണ് മേടിക്കുന്നത്, 2 കമ്മോട്ടി, ഇത് ആപ്പിളും ഇത് ഓറഞ്ചാണ്. എന്നാൽ പോലും നമുക്ക് ഈ എക്സിലെ എത്ര സാറ്റിസ്ഫാക്ഷൻ കിട്ടിയോ വൈയിലോ എത്ര സാറ്റിസ്ഫാക്ഷൻ, അത്ര സാറ്റിസ്ഫാക്ഷൻ നമുക്ക് ഈ പോയിന്റ് കിട്ടും ഈ എന്ന് വിചാരിക്കും. സോ ഈ 3 പോയിന്റ് മാത്രമാണോ ഈ ലൈനിലുള്ളത്? അല്ല, ദർ ക്യാൻ ഹാവ് ഡിഫറെൻറ്റ് ലൈൻസ്. ഈച്ച് ആൻഡ് എവറി ലൈൻ ഷോസ് this much quantity of y and this much quantity of x, this much quantity of y and this much quantity of x, this much quantity of x and this much quantity of y. Each and every point between these 2 points y and x shows different combinations of 2 goods, but remember that gives same level of satisfaction. So understand, an indifference curve give you the same level of satisfaction if you are consuming the different combinations of the 2 commodities, given that the prices of the 2 commodities remains the same, it will not change, and your income also will not change. Okay, so ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചേഞ്ച് ചെയ്യായിരിക്കും. നമുക്ക് പ്രധാനപ്പെട്ട മനസ്സിലാക്കേണ്ടത് കൺസ്യൂമറിൻ്റെ പ്രൈസ് അല്ലെങ്കിൽ ഈ കമ്മോഡിറ്റിയുടെ പ്രൈസ് മാറുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഇൻഡിഫറൻസ് കർവ്. മനസ്സിലായോ? സോ എന്താണ് ഇൻഡിഫറൻസ് കർവ്? ഇൻഡിഫറൻസ് കർവ് ഷോസ് ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് ഓഫ് 2 commodities. ഓക്കെ, combinations of 2 goods x and y that gives the same level of satisfaction to the consumer given his level of income. 1000 രൂപ ആയിരിക്കും തുടക്കത്തിൽ, ഇടയ്ക്ക് 2000 രൂപയായിട്ട് ഇൻകം കൂടുകയൊന്നുമില്ല. പ്രൈസ് ഓഫ് എ കമ്മോഡിറ്റി എക്സിന് 10 വൈക്ക് 20, ഇത് 8ആയിട്ടും ഇത് 12ആയിട്ടും കുറയൊന്നുമില്ല, അല്ലെങ്കിൽ 8ആയിട്ടും ഇത് 20ആയിട്ടും 30ആയിട്ട് കൂടുകയില്ല. സോ പ്രൈസ് റിമെയിൻസ് ദി സെയിം, ഇൻകം റിമെയിൻസ് ദി സെയിം. ദി ഇൻഡിഫറൻസ് കർവ് ഷോസ് ദ വേരിയസ് കോമ്പിനേഷൻസ് ഓഫ് 2 goods that will give you the consumer same level of satisfaction. Okay, അപ്പോൾ all along the indifference curve the level of satisfaction is the same. മനസ്സിലായല്ലോ? ഡീറ്റെയിലോ? So indifference curve is thus the basic tool of external ordinary analysis demand. It represents all those combinations of goods which give the same level of satisfaction to the consumer. Okay, ഡീറ്റെയിലോ? പരിചയപ്പെട്ടുള്ള നിങ്ങൾ ഇൻഡിഫറൻസ് കർവ് എന്താണ്? ഇവിടെ ഗുഡ് എക്സ് ആയിരിക്കും, ഇവിടെ ഗുഡ് വൈ ആയിരിക്കും, ഇത് ഇൻഡിഫറൻസ് കർവ് ആയിരിക്കും. ഇൻഡിഫറൻസ് കർവ് ഈസ് കോൺവെക്സ് ടു ദി ഒറിജിൻ. കുറച്ച് ഒറിജിൻ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ അതിൻ്റെ ഇങ്ങനെ വളഞ്ഞ് പുറത്തോട്ടിരിക്കും, അകത്തോട്ട് വളഞ്ഞിരിക്കും അല്ലേ? അങ്ങനെ മലയാളത്തിൽ പറഞ്ഞ അകത്തോട്ട്, ഇംഗ്ലീഷിൽ പറഞ്ഞ കോൺവെക്സ് ആണ്. മനസ്സിലായല്ലോ? ഇതാണ് ഈ കോൺവേവ് ആയ ലൈൻ.
ഇത് കോൺവെക്സാണ്. ഇൻഡിഫറൻസ് കർവ് കോൺവെക്സ് ടു ദി ഒറിജിൻ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ അകത്തോട്ട് വളഞ്ഞിരിക്കും. ഓക്കെ, എ സിഗ്നിഫിക്കൻറ്റ് ഫീച്ചർ ഓഫ് ഇൻഡിഫറൻസ് വാസ് ദാറ്റ് സിൻസ് ഓൾ ദി കോമ്പിനേഷൻസ് ടു ഗുഡ്സ് ആർ ഗിവൺ ഓൺ ദി കർവ് ഗിവ് ഈക്വൽ സാറ്റിസ്ഫാക്ഷൻ ടു കൺസ്യൂമർ ഹി വിൽ ബി ഇൻഡിഫറൻറ്റ് ബിറ്റ്വീൻ ദം. അതാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുമോ, ഈ ഇൻഡിഫറൻസ് കർവ് എന്ന് പറയാനിപ്പോൾ ഇൻഡിഫറൻസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, അത് കിട്ടിയാലും കുഴപ്പമില്ല, ഇത് കിട്ടിയാലും കുഴപ്പമില്ല. നമ്മൾ ചിലപ്പം പറയാൻ പറ്റില്ല, നമ്മളോട് എന്തെങ്കിലും ചോദിച്ചാൽ നമ്മൾ കുഴപ്പമില്ല അങ്ങനെ നമ്മൾ പറയുമല്ലോ. അത് എനിക്ക് ഏതാണെങ്കിലും കുഴപ്പമില്ല എന്നുള്ളതാണ് ഇൻഡിഫറൻസ് കർവിൻ്റെ ഒരു മലയാളാർത്ഥം. ഏതാണെങ്കിലും കുഴപ്പമില്ല, എല്ലാം എനിക്ക് ഒരുപോലെയാണ്. സോ സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ. ഐ ആം ഇൻഡിഫറൻറ്റ് among what? Among the various combinations of these two goods. At point X, you have combination. At point E, you have different combination. At point A, you may have different combination. So there are different combinations of two goods. 1 kilogram of this good, 5 kilogram of this good. So whatever may be the combination, I am indifferent. I cannot say which one I prefer. Okay, അത് മനസ്സിലായല്ലോ. അതാണ് ഇൻഡിഫറൻ്റ് ആയിരിക്കും കൺസ്യൂമർ. ഓൾ അലോങ് ദി ഇൻഡിഫറൻസ് കർവിൽ എന്തായിരിക്കും കൺസ്യൂമർക്ക് ഏത് പോയിൻ്റാണ് നല്ലതെന്ന് പറയാൻ പറ്റില്ല. എല്ലായിടത്തും ഒരേ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും. പിന്നെ എങ്ങനെ ഏത് പോയിന്റ് ചൂസ് ചെയ്യുന്നുള്ളത് നമ്മൾ പിന്നീട് പഠിക്കും. ഇൻ അതർ വേർഡ്സ്, ഓൾ കോമ്പിനേഷൻ ഓഫ് ദി ഗുഡ്സ് ലൈങ് ഓൺ എ കൺസ്യൂമർ ഇൻഡിഫറൻസ് കർവ് ആർ ഈക്വലി പ്രിഫേർഡ് ബൈ ഹിം. ഈക്വലി പ്രിഫേർഡ് ഓർ ഇൻഡിഫറൻറ്റ്. മനസ്സിലായല്ലോ, ഈക്വലി പ്രിഫേർഡ് ഓർ ഇൻഡിഫറൻറ്റ്. ഇനി ഇൻഡിഫറൻസ് ഷെഡ്യൂൾ എന്താണ്? ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഷെഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പട്ടിക എന്നാണ് അതിന് പറയുന്ന പേര്. ഇൻഡിഫറൻസ് ഷെഡ്യൂൾ ആൻഡ് ഇൻഡിഫറൻസ് ഷെഡ്യൂൾ കർവല്ല ഷെഡ്യൂൾ ഇസ് എ ടേബിൾ ദാറ്റ് ഷോസ് ദി വേരിയസ് കോമ്പിനേഷൻ ടു ഗുഡ്സ് ദാറ്റ് ഗീവ് ദി സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ടു കൺസ്യൂമർ. അപ്പം ഇതൊരു ടേബിളാണ്. ആ ടേബിളിലുണ്ടല്ലോ പലതരത്തിലുള്ള പല കോമ്പിനേഷൻ ആയിരിക്കും ഗുഡ് എക്സിൻ്റെയും വൈയും. അത് ആ ഗുഡ് എക്സിൻ്റെയും വൈയുടെയും ഈ ഡിഫറെൻറ്റ് കോമ്പിനേഷൻ കൺസ്യൂമർ എന്ത് ചെയ്യും? സെയിം ലെവൽ ഓഫ് എന്ത് കിട്ടും? സാറ്റിസ്ഫാക്ഷൻ കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇൻഡിഫറൻസ് ഷെഡ്യൂൾ എന്ന് പറയുന്നത് ഇൻഡിഫറൻസ് കർവ് പോലെ തന്നെയാണ്, ശരിയല്ലേ? അല്ലെങ്കിൽ ഈ ഇൻഡിഫറൻസ് ഷെഡ്യൂൾ ഒരു സെക്കൻഡ്, ഇൻഡിഫറൻസ് ഷെഡ്യൂൾ നിങ്ങൾ ഒരു കർവിലേക്ക് മാറ്റുവാണെങ്കിൽ ഗുഡ് എക്സ് 1, ഗുഡ് വൈ 15 കേട്ടോ. ഇതാ 15, 1, 15. ഗുഡ് എക്സ് എടുത്തേ 2, ഗുഡ് വൈ എത്രയാണ്? 12. ഗുഡ് എക്സ് എത്രയാണ്? 3. എത്രയാണ്? 9. ഗുഡ് എക്സ് എത്രയാണ്? 4. വൈ എത്രയാണ്? 6. കുറഞ്ഞു വരുവാണേ. ഗുഡ് വൈ എത്രയാണ്? എക്സ് എത്രയാണ്? 5. വൈ എത്രയാണ്? 3. ഇതും കൂടെ ബന്ധിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഇൻഡിഫറൻസ് കർവ് കിട്ടും. സോ ആൻ ഇൻഡിഫറൻസ് ഷെഡ്യൂൾ ഷോസ് ആൻ ഇൻഡിഫറൻസ് കർവ്. മനസ്സിലായല്ലോ? ഒരു ഇൻഡിഫറൻസ് ഷെഡ്യൂളിൽ നമുക്ക് എന്ത് കിട്ടും? ഒരു ഇൻഡിഫറൻസ് കർവ് കിട്ടും. പരീക്ഷയ്ക്ക് ഭയങ്കര പ്രധാനപ്പെട്ടതാണ്, ഓർത്തിരിക്കണം. ആൻ ഇൻഡിഫറൻസ് ഷെഡ്യൂൾ ഗിവ്സ് ആൻ ഇൻഡിഫറൻസ് കർവ്. ഓക്കെ, യൂസിങ് ആൻ ഇൻഡിഫറൻസ് ഷെഡ്യൂൾ വി ക്യാൻ ഡ്രോ വാട്ട്? വി ക്യാൻ ഡ്രോ ആൻ ഇൻഡിഫറൻസ് ഷെഡ്യൂൾ. പിടിയിട്ടില്ലോ? എക്സാമിന് ഓർ ആൻ ഇൻഡിഫറൻസ് ഷെഡ്യൂൾ ഷോസ് ഗിവൺ ഇൻഡിഫറൻസ് കർവ്. ആൻ ഇൻഡിഫറൻസ് ഷെഡ്യൂൾ ക്യാൻ ബി കൺവേർട്ടഡ് ഇൻറ്റു ആൻ ഇൻഡിഫറൻസ് കർവ്. പിടിയിട്ടില്ലോ? എക്സാമിന് നമ്മളോട് ചോദിക്കും വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ഇൻഡിഫറൻസ് ഷെഡ്യൂൾ ആൻഡ് ഇൻഡിഫറൻസ് കർവ്. ഓർ അല്ലെങ്കിൽ നമ്മളോട് ചോദിക്കും ഡ്രോ ആൻ ഇൻഡിഫറൻസ് കർവ് യൂസിങ് ആൻ ഇൻഡിഫറൻസ് ഷെഡ്യൂൾ. അപ്പം നമ്മളിങ്ങനെ ഒരു എന്താണ് ഷെഡ്യൂൾ ഉണ്ടാക്കണം. നമുക്ക് അവിടെ തരുമോ? ഇല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് 1, 30, 2, 25, 3, 15, 4, 10, 5, 5. ഓക്കെ അല്ലേ? 6. 0 വേണ്ടല്ലേ? ഇത്രയും കൂടെ നിർത്താം. 5 പോയിൻ്റ് വെച്ചിട്ട് നമ്മൾ ചുമ്മാ ഉണ്ടാക്കിയൊരു കോമ്പിനേഷൻ കേട്ടോ, എക്സും വൈയും. ഇതാ ഇങ്ങനെ അങ്ങ് വരയ്ക്കുക. ഇങ്ങനെ ഓരോന്ന് വെച്ചിട്ട് ഓരോ പോയിൻറ്റ് നമ്മൾ വരയ്ക്കുക, രേഖപ്പെടുത്തി വരയ്ക്കുക. ഓക്കെ, ഞാനിപ്പോൾ ചെയ്ത പോലെ. അപ്പോൾ നമുക്ക് എക്സാമിൽ നമ്മളോട് ചോദിക്കും ഇൻഡിഫറൻസ് ഷെഡ്യൂൾ വരയ്ക്കുക, എന്നിട്ട് അതിൽ നിന്ന് എന്തുണ്ടാക്കുക? ഒരു ഇൻഡിഫറൻസ് മാപ്പ് ക്രിയേറ്റ് ചെയ്യുക എന്ന് നമ്മളോട് എക്സാമിന് ചോദിക്കും. ഞാനെല്ലാം ഡിലീറ്റ് മാറ്റിച്ചോട്ടെ ഒരു സെക്കൻഡ്. പിടിയിട്ടില്ലോ? എങ്ങനെയാണ് ഇൻഡിഫറൻസ് ഷെഡ്യൂളിൽ നിന്ന് എങ്ങനെയാണ് ഇൻഡിഫറൻസ് കർവ് നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കുന്നത് അല്ലെങ്കിൽ വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് പിടിയിട്ടില്ല. പോയിൻ്റൊക്കെ പരീക്ഷയ്ക്ക് സെയിം ആയിരിക്കണം കേട്ടോ. നമുക്ക് പരീക്ഷയ്ക്ക് ചിലപ്പം നമ്മളോട് ഒരിക്കലും ഈ ഷെഡ്യൂൾ നമുക്ക് തരുമൊന്നുമില്ല. നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ള എഴുതി പിന്നെ മായ്ക്കാത്ത അപ്പോൾ നമുക്ക് അങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റുന്നുള്ളൂ, സിമ്പിളായിട്ടുള്ള കാര്യം. ഇനി അടുത്തത് നമുക്ക് മൂന്നാമത്തെ കോൺസെപ്റ്റ്. എന്താണ് ഇൻഡിഫറൻസ് മാപ്പ്? മാപ്പ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ മാപ്പ്, കേരളത്തിൻ്റെ മാപ്പ് എന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ മാപ്പ് എന്താണ്? ഇൻഡിഫറൻസ് മാപ്പ്
An indifference map shows a set of different indifference curve indicating lower to higher level of satisfaction when the consumer has two commodities. The significance of indifference map is that it shows the consumer taste and preference. ഏറ്റവും രണ്ട് പ്രധാനപ്പെട്ട പോയിന്റ് അതിനെക്കുറിച്ച് വന്നു. നമ്മൾ എന്താണ് മനസ്സിലാക്കുന്നത്? An indifference curve shows a set of different indifference curves. അപ്പോൾ നമ്മളിപ്പം സാധാരണ എന്തെങ്കിലും കടയിൽ പോകുമ്പോഴത്തേക്ക് നമുക്ക് സെറ്റായിട്ടാണ് കിട്ടുന്നത്. വളയൊക്കെ ആണെങ്കിൽ പെൺകുട്ടികൾക്ക് സെറ്റായിട്ട് കിട്ടും, പൊട്ടൊക്കെ സെറ്റായിട്ട്, അല്ലാതെ കിട്ടുമായിരിക്കും. പക്ഷെ നമ്മളങ്ങനെ വിചാരിക്കുക സെറ്റായിട്ട് കിട്ടുന്നത്. നമ്മളെല്ലാ സെറ്റും കൂടെ എടുത്തിടുമില്ല, ഒരു എണ്ണം അതിൻ്റെ ഒരു 2-3 എടുത്തിടുമായിരിക്കും. അപ്പോൾ എന്ന് പറയുന്ന പോലെ സെറ്റ് ഓഫ് ഇൻഡിഫറൻസ് കർവാണ് ഏത് ഇൻഡിഫറൻസ് മാപ്പ്. അപ്പോൾ ഒരു സെറ്റ് കാണും, സെറ്റ് ഉണ്ടോ ഇത്രയും ഒക്കെ കാണും. മറ്റേതിൻ്റെ അകത്ത് ഈ ഒരു ഇൻഡിഫറൻസ് കർവേ ഉള്ളൂ. അല്ലെങ്കിൽ ഒരു ഷെഡ്യൂളിൻ്റെ അകത്ത് നിന്ന് നമുക്ക് എന്തുണ്ടാക്കാം, ഒരു കർവ് ഉണ്ടാക്കാനേ പറ്റുള്ളൂ. മാപ്പ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. മാപ്പ് കംപ്രൈസസ് ഓഫ് വാട്ട്? ഡിഫറെൻറ്റ് ഇൻഡിഫറൻസ് കർവ്സ്, എ സെറ്റ് ഓഫ് ഇൻഡിഫറൻസ് കർവ്. അപ്പോൾ ഈ സെറ്റ് ഓഫ് ഇൻഡിഫറൻസ് കർവ് വരുമ്പോൾ എന്താണ് അതിൻ്റെ ഒരു പ്രത്യേകത? പ്രത്യേകത എന്നാണെന്നറിയോ? പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഒരു 3 ഇൻഡിഫറൻസ് കർവ് വരച്ചിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. വരച്ചിട്ട് താഴോട്ട് പോട്ടെ, താഴോട്ടു നമ്മൾ നോക്കാം. ഞാനൊരു 3 സെറ്റ് ഇൻഡിഫറൻസ് കർവ് വരയ്ക്കും. ഇതൊരു സെറ്റാണ്, ഇത് വേറെ സെറ്റാണ്, ഇത് വേറെ സെറ്റാണ്. ഇങ്ങനെ ആൾക്കോട്ട് വരച്ചു, ഇങ്ങനെ വരച്ചു, ഇങ്ങനെ വരച്ചു. ഇത് കാണുമ്പോൾ നമുക്കറിയാം 3 ഒരുപോലെ അല്ല. ഇവിടെ നമുക്ക് ഇച്ചിരി ഓരോ ഇൻഡിഫറൻസ് കർവും ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഈ ഇൻഡിഫറൻസ് കർവിൽ എനിക്ക് ഇത്ര എക്സും ഇത്രയും വൈ ഇത്ര എക്സും ഉള്ളൂ. ഈ ഇൻഡിഫറൻസ് കർവിലേക്ക് വരുമ്പോൾ എനിക്ക് ഇത്രയും ഈ ഒരു പോയിന്റിൽ നടക്കുന്ന പോയിന്റിൽ ഇത്രയും വൈയും ഇത്രയും എക്സും ഉണ്ട്. തൊട്ട് മുകളിൽ വരുമ്പോഴത്തേക്കും ഇത്രയും വൈയും ഇത്ര എക്സ് ഉണ്ട്. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി, ഓരോ ഇൻഡിഫറൻസ് കർവിലും നമ്മളുണ്ടല്ലോ, ഓരോ ഇൻഡിഫറൻസ് കർവിലും നമ്മൾ മുകളിലേക്ക് പോകും തോറും കൂടുതൽ കമ്മോഡിറ്റി നമ്മൾ കൺസ്യൂം ചെയ്യുന്നുണ്ട് അല്ലേ? ഉണ്ട്, അണ്ടർസ്റ്റാൻഡബിളി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അത് കൂടുതൽ എന്ത് ചെയ്യണം? സാറ്റിസ്ഫാക്ഷൻ നമുക്ക് വരണം. നമ്മൾ ചുമ്മാ എഴുതരുത് എന്നാൽ പോലെ എഴുതി നോക്കാം. നമ്മൾ ഇതിൻ്റെ അകത്ത് നമുക്കൊരു 100 യൂണിറ്റ് സാറ്റിസ്ഫാക്ഷൻ എന്നാൽ പറയരുതെന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? എക്സൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നമ്മൾ നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി ഞാനിതൊന്ന് പറയും. രണ്ടാമത്തേത് നമുക്ക് 200 യൂണിറ്റ് കിട്ടുമെന്ന് വിചാരിക്കാം. മൂന്നാമത്തേത് നമുക്കൊരു 300 യൂണിറ്റ് കിട്ടുമെന്ന് വിചാരിക്കാം. സോ എ ഹയർ ഇൻഡിഫറൻസ് കർവ് ഷോസ് ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ. ശരിയല്ലേ? ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ. അപ്പോൾ നമുക്കിതൊക്കെ മായ്ച്ചു കളഞ്ഞേക്കാം. 200 നമുക്ക് എഴുതാൻ പാടില്ല. പക്ഷെ നമുക്കിങ്ങനെ ഹയർ ഇൻഡിഫറൻസ് കർവ് ഷോസ് ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ, ലോവർ ഇൻഡിഫറൻസ് കർവ് ഷോസ് ലോവർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ. ഇവിടെ ഞാനൊരു ഇൻഡിഫറൻസ് കർവ് വരയ്ക്കാം. ഇവിടെ എക്സ് എക്സ് എക്സ്, ഇവിടെ വൈ വൈ വൈ. ഇവിടെ ഞാൻ എൻ്റെ ഒരു പോക്ക് ഇങ്ങനെ, എൻ്റെ ഇൻഡിഫറൻസ് കർവ് ഇങ്ങനെയാണ് പോകുന്നത്. നമ്മുടെ ക്ലാസ്സിലെ വേറൊരു കോച്ചിൻ്റെ ഇൻഡിഫറൻസ് കർവ് ഇങ്ങനെയാണ് പോകുന്നത്. ചൂടെ ഞാൻ നോക്കാം, മനസ്സിലായല്ലോ? നമ്മുടെ ക്ലാസ്സിലെ വേറൊരു കൊച്ചിൻ്റെ ഇൻഡിഫറൻസ് കർവ് ഇങ്ങനെ പോകുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം അറിയാം, ഇത് എൻ്റെ അല്ല, നമ്മുടെ ക്ലാസ്സിലെ ഒരു എ എന്ന് പറയുന്ന കൊച്ചിൻ്റെ ആരുടെയെങ്കിലും ആയിക്കോട്ടെ. അപ്പോൾ ഇവിടെ ഉണ്ടല്ലോ, ഈ കൊച്ചിന് എന്തായാലും ശരി എക്സും വൈയും ഈക്വലായിട്ട് കിട്ടുന്നതാണ് താല്പര്യം അല്ലേ? അല്ല, ഏകദേശം ഈക്വലായിട്ട് കിട്ടുന്നത്. എക്സും ഇഷ്ടവും വൈയും ഇഷ്ടം. പക്ഷേ ഈ കൊച്ചിൻ്റെ ഇൻഡിഫറൻസ് കർവ് കാണിക്കുന്നത് എന്താ? ആ കൊച്ചിന് കൂടുതൽ എന്താണ് ഇഷ്ടം? വൈ ആണ് ഇഷ്ടം. അപ്പോൾ വൈ ഇഷ്ടപ്പെടുന്ന ടേസ്റ്റ്, ആ ടേസ്റ്റും പ്രിഫറൻസും ഉള്ള ഒരാളാണ് ഇൻഡിഫറൻസ് കർവ് നമ്മളിവിടെ കാണുന്നത്. ഇൻഡിഫറൻസ് കർവല്ല, എന്താണ്? ഇൻഡിഫറൻസ് മാപ്പ്. കർവ് എന്ന് പറയാൻ പറ്റിയല്ലോ, കർവ് പറഞ്ഞല്ലേ ഉള്ളൂ. ഇവിടെ 2 കമ്മോഡിറ്റിയും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരാളുടെ ഇൻഡിഫറൻസ് മാപ്പാണ് കാണുന്നത്. ഒരു ഇൻഡിഫറൻസ് കർവിൽ നിന്ന് നമുക്കങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇല്ല. നമുക്കിനി അടുത്തതും കൂടെ കണ്ടാലേ നമുക്കിത് എങ്ങോട്ടാണ് പോകുന്നത്, അതോ ഇനി ഇങ്ങോട്ടാണോ പോകുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ഈക്വലായിട്ടാണോ പോകുന്നത് പറയാൻ പറ്റും. സോ ഒരു ഇൻഡിഫറൻസ് മാപ്പിൻ്റെ പ്രത്യേകത അറിയോ? ഇറ്റ് ഷോസ് അവർ ബയാസ്. നമ്മൾ 3 കൂടെ പറഞ്ഞു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുള്ളൂ. ഈ കേസ് പഠിക്കാൻ ബുദ്ധിമുട്ടില്ല. ഈ കുട്ടിക്ക് 2 കമ്മോഡിറ്റി ഒരുപോലെയൊക്കെ ഇഷ്ടം. ഈ കുട്ടിക്ക് കൂടുതലും ഇഷ്ടം വൈ കൂടുതലും കുറച്ച് എക്സ് മതി. ഈ കുട്ടിക്ക് കൂടുതൽ ഇഷ്ടം എന്താണ്? നമുക്ക് കണ്ടറിയാം. എന്താണ്? എക്സാ കൂടുതൽ ഇഷ്ടം അല്ലേ? കൂടുതൽ അടുത്ത ലെവലിലേക്ക് പോകും തോറും കൂടുതൽ എന്താ ഇഷ്ടപ്പെടുന്നത്?
എക്സാണ് ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ ഇവിടെ എല്ലാം കാണുന്നത് എന്നാണെന്നറിയോ, നമ്മുടെ ഈ 3 ഇൻഡിഫറൻസ് മാപ്പും കാണിക്കുന്നത് എന്താണ്, 3 പേരുടെയും ടേസ്റ്റും പ്രിഫറൻസും ഡിഫറൻ്റ് ആണ്. ഈ ടേസ്റ്റും പ്രിഫറൻസും നമുക്ക് എവിടെ നിന്ന് കിട്ടുമല്ല, നമ്മൾ ഈ ടേസ്റ്റും പ്രിഫറൻസ് നമുക്ക് ഒരു ഇൻഡിഫറൻസ് കർവിൽ നിന്ന് മാത്രം കിട്ടുമോ? ഇല്ല, കുറേ എണ്ണം ഉണ്ടായാലേ കിട്ടുള്ളൂ. എങ്ങോട്ടാണ് പോകുന്നത്? ഒരു ഷെഡ്യൂളിൽ നിന്ന് കിട്ടുമോ? ഒരു ഷെഡ്യൂളിൻ്റെ അകത്ത് എന്താ കാണിക്കുന്നത്? ഒരു ഷെഡ്യൂളിൻ്റെ അകത്ത് നമ്മൾ കണ്ട എന്താ കിട്ടുന്നത്? ഒന്നാമത്തെ ഷെഡ്യൂളിൻ്റെ അകത്ത് നമ്മൾ എന്താ കാണിക്കുക? x1 y15 x2 y12 അങ്ങനെ അങ്ങ് പോകാനുള്ള കിട്ടുന്നത്. നമുക്ക് ഈ ഇൻഡിഫറൻസ് കർവ് മാത്രമേ ഉള്ളൂ. സോ ഓൺ ദി അതർ ഹാൻഡ് ആൻ ഇൻഡിഫറൻസ് മാപ്പ് ഷോസ് an individual's taste and preference. How much is, what is the bias of his taste? 2 കമോട്ടി എനിക്ക് ഒരുപോലെ എല്ലാം തുല്യമായിട്ട് ഞാൻ പോരട്ടെ, എനിക്ക് കൂടുതൽ ഇഷ്ടം വയ്യ, ഓരോ പ്രാവശ്യം എൻ്റെ സാറ്റിസ്ഫാക്ഷൻ കൂടുന്നത്, കൂടുതൽ വൈ കിട്ടണം, എനിക്ക് അത്രയും കൂടുതൽ എക്സ് കിട്ടണ്ട. ഇവിടെ കൂടുതൽ ഈ കൊച്ചിന് കൂടുതലായിട്ട് വേണ്ടി, സ്റ്റുഡൻറ്റിന് കൂടുതലായിട്ട് വേണ്ടി എന്താണ്, എക്സ് ആണ് കൂടുതൽ വേണ്ടി. സോ ദി ഇൻഡിഫറൻസ് മാപ്പ് ദിസ് ഈസ് എ മാപ്പ് because it contains several indifference curves. This is another map which shows several indifference curves. This is yet another map which contains several indifference curves. And in a given indifference map shows the taste and preference of the consumer. He equally prefers x and y. Here she prefer more y. Here she prefer more x. So the taste and preference of the 2 individuals are different. 3 individuals are different, and that can be visible from what indifference map. So remember, നമുക്ക് നോക്കാം. Okay, the significance of indifference map is that it shows the consumer's taste and preferences. എന്താണ് കൺസ്യൂമറുടെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്. ആൻഡ് ഇൻഡിഫറൻസ് curve shows set of different indifference curves indicating lower to higher level of satisfaction, lower to higher level of satisfaction. താഴെ മുകളിലേക്ക് പോകുമ്പോൾ മുകളിലായിട്ട് വരുമ്പോൾ നേരെ തിരിച്ചായിരിക്കും. വെൻ ദി കൺസ്യൂമേഴ്സ് ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ചേഞ്ച് ദി ഇൻഡിഫറൻസ് മാപ്പ് ഓൾസോ ചേഞ്ച്. മനസ്സിലായല്ലോ, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ചേഞ്ച് ചെയ്യുമ്പം മാപ്പും ചേഞ്ച് ചെയ്യും. ഇൻ ദി ഫോളോയിങ് ദർ ആർ 5 ഇൻഡിഫറൻസ് കാർസ്. കേട്ടോ, ഇവിടെ 5 ഇൻഡിഫറൻസ് കാർസ് ഉണ്ടോ? 4 അല്ല, 1 2 3 5 ഇല്ല. 5 നമ്മൾ വരയ്ക്കുക, IC5 നമ്പർ. എന്താണ് പറഞ്ഞത്? ഇൻഡിഫറൻസ് ഫ്രം I1 to I5 higher indifference car on an higher indifference car on an indifference map shows higher level of satisfaction. At the same time, all indifference car in the indifference map shows same taste and preference of the consumer. മനസ്സിലായല്ലോ, ഒരു പാറ്റേണാണ് ഇവിടെ. മനസ്സിലായല്ലോ, ഈ പാറ്റേണിൽ നമുക്ക് എക്സും വൈ ഏകദേശമൊക്കെ ഒട്ടൊക്കെ ഇഷ്ടമാണ്, ഈക്വലായിട്ട് ഇഷ്ടമാണെന്നാണ് ഈ പാറ്റേൺ നമ്മളിവിടെ കാണിക്കുന്നത്. ഫ്രം IC1 to IC5. ഇവിടെ ഒരെണ്ണം കുറവാണ്, നിങ്ങളുടെ നോട്ടിൻ്റെ അകത്ത് ഒരെണ്ണം കുറവായിരിക്കും, ഒരെണ്ണം അങ്ങ് ആഡ് ചെയ്താൽ മതി, ഇങ്ങനെ വരച്ചാൽ മതി കേട്ടോ. ഒരു ചുമ്മാ ഹോംവർക്ക് പോലെ ആയിക്കോട്ടെ, ഒരു IC5 ഒന്ന് വരച്ച് ചെയ്താൽ മതി. So that is the indifference map. So we studied about what all things today. So we derived first of all what is indifference curve. Before that we studied the basic features of an introduction to the indifference curve analysis. Okay, നമ്മൾ പറഞ്ഞു എന്താണ് XLN ഒക്കെയാണ് മെയിൻ ഫീച്ചേഴ്സ് നമ്മൾ കണ്ടു അല്ലേ. അതിൻ്റെ ഒന്നാമത്തെ ഓർഡിനൽ മെഷർമെൻറ്റ് ഓഫ് യൂട്ടിലിറ്റി നമ്മൾ കണ്ടു. പിന്നെ അല്ലാതെ പ്രിഫറൻസ് ഹൈപ്പോസിസ്, ഇൻഡിഫറൻസ് അതോ പ്രിഫറൻസ് ഹൈപ്പോസിസ് നമ്മൾ കണ്ടു. പ്രിഫറൻസ് ഇൻഡിഫറൻസും വരാമെന്ന് പറഞ്ഞു. ട്രാൻസിറ്റിവിറ്റി അസംഷൻ കണ്ടു. വീക്ക് ഓർഡറിങ് നമ്മൾ കണ്ടു. അങ്ങനെ 4 ഫീച്ചേഴ്സ്. പിന്നെ ഇൻഡിഫറൻസ് കർവിൻ്റെ അകത്ത് 3 പ്രധാനപ്പെട്ട കോൺസെപ്റ്റ്. 1 കർവ് എന്താണ്, 2 ഷെഡ്യൂൾ എന്താണ്, 3 ഇൻഡിഫറൻസ് മാപ്പ് എന്താണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇത് നിങ്ങളൊന്ന് വായിച്ചേക്കണം, ഇന്ന് തന്നെ വായിക്കണം, എന്നാലേ നമുക്കത് തറവായിട്ടിരിക്കുള്ളൂ. ഓക്കെ, എന്നാൽ സ്റ്റോപ്പ് ചെയ്യും.